ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ലഹരി ഉപയോഗത്തിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. പട്ടാമ്പി എക്സൈസ് ഓഫീസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യവും താലൂക്ക് സമിതിയുടെ തീരുമാനമായി നൽകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സമൂഹത്തിൽ വ്യാപിക്കുന്ന ലഹരി ഉപയോഗവും ഇതിനെതിരെയുള്ള പ്രതിരോധവും പ്രധാന ചർച്ചയായി. കഴിഞ്ഞ മാസം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു. 6 കേസുകൾ നിലവിൽ നമ്മുടെ ഈ പ്രവർത്തന പരിധിയിൽ ഇപ്പോൾ 4 പേര് റിമാൻഡിലാണ്. 4 കേസ്, 2 കേസ്. പിന്നെ ഈ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് മൊത്തം 66 ഗൈഡുകൾ കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ സൂചിപ്പിച്ചപോലെ തന്നെ വിമുക്തിയുമായി ബന്ധപ്പെട്ട് വിവിധ സ്കൂളുകൾ, കോളേജുകൾ, വിവിധ വാർഡുകൾ, വിവിധ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി അടക്കം അത്തരത്തിലുള്ള ജനജാഗ്രതാ സമിതികൾ അത് ഒരു 10-30 നമ്മൾ ചെയ്യേണ്ടത്. അത് അത്തരത്തിലുള്ള ഈ ലഹരിവിരുദ്ധ ജനകീയ ജാഗ്രതാ സമിതികൾ അടുത്ത കാലത്തായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ എന്നിവർ മാത്രമാണ് ജനപ്രതിനിധികളായി ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറവായിരുന്നു. വിഷയത്തിൽ നിയമവ്യവസ്ഥകളിൽ മാറ്റം വരണമെന്ന് പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പറഞ്ഞു. ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ട് ജനസമൂഹം ഒരാളെ പോലീസിനോ എക്സൈസിനോ പിടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് 990 ഗ്രാം കഞ്ചാവ് ഉള്ളൂ എങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തെ അദ്ദേഹത്തിന് വിടാമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കക്ഷിയെ പിടിച്ച് ഇവരുടെ അടുത്ത് കൊടുത്ത് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിയും എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ എന്താണ് പോലീസിനും മറ്റുള്ള ആളുകൾക്കും ഇതൊക്കെ വിവരം അറിയിച്ചിട്ട് എന്ത് കാര്യം എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അതിന് കാരണം നിയമനിർമ്മാണം നടത്തുക തന്നെ വേണം. അത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മുടെ തീരുമാനം ഇക്കാര്യത്തിൽ പിന്നെ ഒരു നിയമനിർമ്മാണം അടിയന്തരമായി. എത്ര ഗ്രാമം എന്ന് പറയുന്ന കഞ്ചാവ് കൈവശം വെച്ചാൽ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ മദ്യം ഒരാളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന അളവ് പറഞ്ഞാൽ 4 ലിറ്റർ വെള്ളം അല്ലെ? 4 ലിറ്റർ 3 ലിറ്റർ മദ്യം കയ്യിൽ വെക്കാന്നാ പറയണത്. അപ്പൊ 3 ലിറ്റർ വരെ വെച്ചാൽ മതിയല്ലോ, ബാക്കി എവിടെങ്കിലും എടുത്തു വെച്ചാൽ മതി. പക്ഷെ നിയമത്തിൽ വരുന്ന അപാകതകളാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെയധികം ജനങ്ങളിൽ ഇത്തരം ഇതിലേക്ക് വ്യാപനം കൂടാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്തരം ആളുകളെ നമ്മൾ പ്രയാസപ്പെട്ട് പിടിച്ചു കൊടുത്താൽ ഇവരൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പുറത്തു വരാത്ത രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലഹരി ഉപയോഗത്തിന് തടയിടാൻ പട്ടാമ്പി എക്സൈസ് ഓഫീസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ആവശ്യം താലൂക്ക് സമിതിയുടെ തീരുമാനമായി നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ പറഞ്ഞു. നമ്മുടെ മന്ത്രിക്ക് ഈ താലൂക്ക് സഭയുടെ തീരുമാനമായിട്ട് അടിയന്തരമായിട്ട് പട്ടാമ്പി മേഖലയിലെ എക്സൈസിന് സ്റ്റാഫ് പേറ്റൺ പുനഃപരിശോധിക്കാൻ വേണ്ടി ജോലിക്കാരെ നിയമിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.